പറയണം സാവിത്രി മാഡം. ഞാന് മാഡത്തിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ. ആ മൈഥിലി താമസിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ മോൻ മൊത്തം അരിച്ചു പെറുക്കി. വാള് പോയിട്ടൊരു മുള്ളു പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ മൈഥിലി ചെമ്പകമംഗലത്ത് നിന്ന് മോഷ്ടിച്ച വാള് ഞാൻ കണ്ടു. എവിടെ വെച്ച്? അതൊന്നും വേണ്ട, അതൊന്നും എന്നോട് ചോദിക്കുകയായിരുന്നു. നമുക്കിടയിലുള്ള മൂടൽ മഞ്ഞ് നീങ്ങിക്കഴിഞ്ഞു. മാഡം കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയേ. മിസ്റ്റർ ഗോപൻ, ഞാൻ വിളിച്ചത് ആ വാളിന്റെ കാര്യം പറയാനല്ലേ? അതെ. എന്റെ തറവാട്ടിൽ നിന്ന് ഒരു മുതല് പോയാല് അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത എനിക്കും കൂടിയല്ലേ? അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മാഡം. മാഡത്തിന്റെ തലയണ കീഴിൽ തപ്പിയാൽ പെട്ടെന്ന് കിട്ടും. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്തിനാ മാഡം ഇങ്ങനെ തരംതാണ അഭ്യാസമൊക്കെ? ആ ഉടവാളിന്റെ റിസീവറായി എനിക്ക് അവിടെ വന്ന് എല്ലാവരുടെയും കൈവിരൽ അടയാളം എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ മാഡത്തിന്റെ ബെഡ്റൂം പരിശോധിക്കാൻ പോലീസുകാരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് ഈ കച്ചവടത്തിൽ മാഡം എന്നെ കൂടി പങ്കാളിയാക്കുമെന്ന് കരുതിയ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഞാൻ അറിയാതെ ആ വാൾ ചെമ്പകമംഗലം വിട്ട് ഇറക്കാനോ പുറത്ത് കച്ചവടം ചെയ്യാനോ മാഡത്തിനാവില്ല. വെറുതെ ചെമ്പകമംഗലത്തിന്റെ അറയിൽ സമാധിയായി ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നത്? നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയി സംസാരിക്കാം. ആ വാൾ മാഡം എടുത്തതെന്ന് എനിക്കും മാഡത്തിന് നന്നായി അറിയാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം മാഡം. മാഡത്തിന് ആ വാൾ വിൽക്കണം അല്ലേ? അതെ. ആ, കാര്യം നടന്നിരിക്കും. പക്ഷേ എനിക്കുള്ള ഷെയർ കിട്ടിയിരിക്കണം. ശരി, സമ്മതിച്ചു. അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. നിയമപ്രകാരം ഒന്നുകിൽ മോഷണം പോയ വാൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ വാൾ മോഷ്ടിച്ച ആളെ കണ്ടെത്തണം. അത് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങുന്ന ഡെമോക്ലസിന്റെ വാളായി മാറും. മിസ്റ്റർ ഗോപൻ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വഴി ഞാൻ പറഞ്ഞുതരാം.